സായി വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ചായക്കടയാണ്. ഈ ചായക്കടയുടെ പ്രത്യേകത എന്താണെന്ന് ഞങ്ങൾ വഴിയേ പറയാം. അത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ നെടുമങ്ങാടുള്ള CS പള്ളിയുടെ മുൻവശത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മാർക്കറ്റ്, നമ്മുടെ നെടുമങ്ങാട് മാർക്കറ്റും ഓട്ടോ സ്റ്റാൻഡും ഇതിൻ്റെ മുൻവശത്തായിട്ടുണ്ട്. ഒരു വനിതാ ജംഗ്ഷനും കൂടെയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയൊരു ചായക്കട, വലിയ ചായക്കട അല്ലേ. അപ്പോൾ നമ്മൾ അവിടുത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ കാണുന്ന മാർക്കറ്റ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആട്ടോ സ്റ്റാൻഡിൽ കൂടി ചേർന്ന് തന്നെ, ആട്ടോ സ്റ്റാൻഡ് കഴിയുന്നതിൻ്റെ അവിടെ തന്നെ ഒരു പൈപ്പ് കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈപ്പ് കുറ്റിയുടെ അടുത്തായിട്ടുള്ള ഒരു ഫാൻസി ഷോപ്പിംഗ് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഒരു ചായക്കട നമ്മുടെ പഴയ സ്റ്റൈലിലൊരു ചായക്കടയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സർബത്ത് കടയൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ ഞായറാഴ്ചയാണ് പോയത്. അപ്പോൾ ഞായറാഴ്ച ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. 5 രൂപ കടികളാണ്. അതെ, 5 രൂപ കടികൾ. ഈ കാണുന്നതെല്ലാം 5 രൂപ കടികൾ. ഇതിൽ ഒരു ഐറ്റം മാത്രമാണ് 12 രൂപ. മുട്ട ബജി മാത്രം 12 രൂപ. ബാക്കി എല്ലാം 5 രൂപ കടികൾ. 5 രൂപയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് അവര് ഈ 5 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ കടികൾ കൊടുക്കുന്നത്. ഇവര് ആരംഭിച്ചത് മുതൽ ഈ കട ആരംഭിച്ചത് മുതലേ ഇവരിത് 5 രൂപയ്ക്ക് തന്നെയാണ് ഈ കടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കടയിൽ വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ അവരോട് ചോദിച്ചു, ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ, നമ്മൾ ചെറുതായിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിഞ്ഞ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഈ കടയിൽ എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. അതുമല്ല, നമ്മൾ അവരുടെ അടുത്ത് വല്ലതാ സംസാരിക്കുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർക്ക് അത് ഈ വീഡിയോയിൽ സംസാരിക്കണമെന്നൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഈ വീഡിയോസൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചായക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമുക്കുള്ള ചായ വന്നിട്ടുണ്ട്. എനിക്കും മീനൂട്ടിക്ക് വേണ്ട, എനിക്കും ബാവച്ചിക്കും മാത്രം ചായ മതിയെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ പരിപ്പുവടയും പിന്നെ ഉഴുന്നുവടയും ഒക്കെ അങ്ങ് തട്ടി വിട്ടുമല്ലേ, എടുത്ത് കഴിച്ചു. അതെ, ഇതെല്ലാം 5 രൂപയാണ്. 5 രൂപയ്ക്ക് നമ്മൾ ഇപ്പോഴൊരു കടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെടുമങ്ങാട് ഏരിയയിൽ വേറെ കട ഉള്ളതായിട്ട് അറിയത്തില്ല. ഇതുപോലുള്ള കടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നെടുമങ്ങാട് ഭാഗത്തൊക്കെ ഇതുപോലുള്ള കടകളുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതുവരെ വെറൈറ്റി സ്റ്റൈലിലുള്ള കടകളോ അല്ലെങ്കിൽ റേറ്റ് കുറവുള്ള കടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കുന്നവരൊന്നും അല്ലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കടകളൊക്കെ എടുത്തു തുടങ്ങി. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ കട എടുക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കടകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാവുന്ന കടകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കി, പഴക്കേക്ക്, മോദകം, ഉഴുന്നുവട, പരിപ്പുവട, കാബജി, വാഴയ്ക്കപ്പം, ഇങ്ങനെയുള്ള ഐറ്റംസ്, ചായ കുടിക്കാനും കൊതിയൂറും വിഭവങ്ങളുമായി നമ്മുടെ ഈ ചായക്കടയ്ക്ക് പേരില്ലെന്നൊന്നല്ലേ. ചായക്കടയ്ക്ക് പേരില്ല, പക്ഷേ ഈ വിഭവങ്ങൾ തിരക്കി ഒരുപാട് ദൂരെ നിന്ന് നമ്മുടെ സിറ്റി ഉണ്ടല്ലോ, തലസ്ഥാനത്ത് നിന്നും വരുന്ന ആൾക്കാർ വരെ ഒരു ചായ കുടിക്കാനായി ഇവിടെ നിന്ന് 5 രൂപ കടിയും 5 രൂപ കടിയെന്ന് പറയുമ്പോൾ നമ്മൾ 2-3 ഐറ്റം നമുക്ക് കഴിക്കാമല്ലോ. മറ്റേത് നമ്മൾ 10 രൂപ അല്ലെങ്കിൽ 12 രൂപയ്ക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഒരു കടിയും ഒരു ചായയായിരിക്കും. ഇവിടെ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് 2-3 കടി എടുക്കാം. അപ്പോഴെന്താ 3-4 രുചിയൊക്കെ അങ്ങ് കിട്ടും. അത് വേറെ ലെവലല്ലേ. നമ്മുടെ അങ്ങനെ ചായയൊക്കെ നോക്കിയപ്പോൾ ഞാൻ ചായ അങ്ങനെ അങ്ങ് കുടിച്ചിരിക്കുക. എന്താ പറയുക, മീനൂട്ടിയുടെ അടുത്ത് ബൂസ്റ്റ് വേണോ ചായ വേണോ എന്ന് വെച്ചാൽ മീനൂട്ടിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മീനൂട്ടി ഒരു ബലൂണും കളിച്ചടിച്ചൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അതെ, ബലൂൺ അവിടെ വെച്ച് പൊട്ടിയും പോയി. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ചായ വേണം. അപ്പോൾ പക്ഷേ അതിനുശേഷം മീനൂട്ടി എൻ്റെ അടുത്തൊരു ചായ വെച്ച കൊച്ച്. ഒരുപാട് പേര് വന്നിവിടെ സ്നാക്സ് വാങ്ങിയും പോകുന്നുണ്ട്. പാഴ്സൽ വാങ്ങിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കായിട്ടൊക്കെ ഉള്ള പാഴ്സൽ ഇവിടെ ഒരുപാട് വാങ്ങുന്നുണ്ട്. ഫാമിലിക്ക് ഒരുപാട് ഐറ്റം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമല്ലോ വീട്ടിൽ പോകുമ്പോൾ. അതെ, സത്യം തന്നെ. 10 കടി വാങ്ങിച്ചൂടി. അത് 50 രൂപയ്ക്ക് 10 കടി വാങ്ങിക്കാം. മറ്റേ നമ്മൾ 10 കടി വാങ്ങിക്കണേ 100 രൂപയാവും. അതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ ഈ മാർക്കറ്റിൽ വരുന്ന സമയം മുതലേ ഞങ്ങളും വീട്ടിലത്തേക്ക് എണ്ണ പലഹാരം വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതുപോലെ കുറെ ഐറ്റം വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയി ചായ ഇട്ട് വീട്ടിൽ ഇരുന്ന് കഴിക്കും. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കയറിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അതെ, നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഫാൻസി ഷോപ്പ്. അപ്പോൾ നമ്മൾ ഈ ഫാൻസി ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചായക്കട
അപ്പോഴ് നമ്മളിപ്പോൾ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഈ കട നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. പിന്നെ FBയിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സൈഗൂസ് വിഷൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേ നമ്മൾ ഇനിയും ഇതുപോലുള്ള കടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ്.